പെരുന്നാളിൻ്റെ തലേ ദിവസമുള്ള അറഫ നോമ്പിന് പുലർച്ചയ്ക്ക് നോമ്പ് നോൽക്കാൻ എണീച്ചാണ് ഞങ്ങൾ. അവിലും ചായയായിരുന്നു ഞങ്ങൾക്ക് അത്താഴം. എല്ലാ പെരുന്നാളും പോലെയല്ല, ഈ പെരുന്നാളിനൊരു പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് വീട്ടിൽ വെച്ചൊരു പെരുന്നാൾ ആഘോഷിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചുകൂടി രസം പകരാനായിട്ട് ഉമ്മയും ഉപ്പയും എല്ലാവരും വന്നിട്ടുണ്ട് വയനാട്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ലിസ്റ്റൊക്കെ എഴുതിയെടുക്കുകയാണ്, എന്തൊക്കെ ഉണ്ടാക്കേണ്ട സാധനങ്ങൾ വാങ്ങേണ്ടതെന്നുള്ളതിൻ്റെ. പിന്നെ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങൾ ഒരുക്കുകയാണ്. പത്തിരിയും ചിക്കൻ കറിയും മാംഗോ ജ്യൂസും അവക്കാഡോ ജ്യൂസുമാണ് ഉണ്ടാക്കുന്നത്. റമദാൻ പോലെ അല്ലായിരുന്നു, ഈ നോമ്പിന് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ഒന്നാമത് കുറേ പണി ഉണ്ടായിരുന്നു, പിന്നെ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് ദാഹം ഉണ്ടായിരുന്നു, ഒരുപാട് ദാഹം. വിശപ്പില്ലെങ്കിലും നല്ല ദാഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ജ്യൂസും വെള്ളവും മതിയെന്ന്. ഇതെന്താണ് ഡ്രൈഡ് കോൺ കേട്ടോ. വെള്ളമൊക്കെ കുടിച്ച് നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഞങ്ങൾ നിസ്കരിക്കാൻ പോയി. എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് മതി ഭക്ഷണം അങ്ങനെ. പിന്നെ ഞങ്ങൾ നൂഡിൽസ് കഴിക്കാൻ വേണ്ടി പത്തിരിയും ചിക്കൻ കറി മാത്രമേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി മെഹന്തി ബൂത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടിട്ട് ഞങ്ങൾ എല്ലാവരും മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്ക്. 2 കുട്ടികളാണ് മൈലാഞ്ചി ഇടുന്നത്, പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവർക്കും 2 കയ്യിലൊക്കെ ഇടാനുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സമയം കളഞ്ഞില്ല. ഞങ്ങൾ ബീച്ചിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുല്ലപ്പൂ എവിടെ കണ്ടാലും എനിക്കൊന്ന് പറിക്കണം, നമ്മളെ കുട്ടിക്കാലത്തേക്കൊന്ന് പോകാൻ പറ്റുമല്ലോ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. കഴിഞ്ഞ പെരുന്നാൾ മുതൽ ടെൻഷനാണ് പെരുന്നാളിൻ്റെ തലേ ദിവസമാകുമ്പോൾ. ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ, നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നടന്നോളണമെന്നില്ല. അപ്പോൾ ഈ പെരുന്നാളിലും ആ ഒരു പേടി ഉണ്ടായിരുന്നു മനസ്സിൽ. അതേപോലെ തന്നെ ഞങ്ങൾ കറക്റ്റ് ഒരു മരണം ഉണ്ടെന്ന് ഇവിടെ ബീച്ചിലെത്തിയപ്പോഴാണ് ഞങ്ങളെ വിളിച്ചറിയിക്കുന്നത്. പക്ഷേ അതത്ര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു മരണമായിരുന്നില്ല. നല്ല പ്രായമുള്ള, കുറച്ച് കാലമായിട്ട് കിടപ്പിലായ ഒരാളായിരുന്നു. പിന്നെ അനിയത്തിമാർ 2 ഏതോ ഡാൻസ് പ്രാക്ടീസിലിടെ ഞാൻ അവരറിയാതെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ഒരു 2 മാസം മുമ്പേ ഒരു ഇൻഫ്ലുവൻസർ ഇൻസ്റ്റഗ്രാം റീൽ വഴി കോഴിക്കോട് ബീച്ചിൻ്റെ വൃത്തികേട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം നല്ല ക്ലീനാണ് ബീച്ച്. ജീവിതത്തിന്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ മുസ്ലിങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നത്. സ്വന്തം മുഖം ക്യാമറയിലൂടെ കണ്ട് ആസ്വദിക്കുന്ന എമിലിയോട്ടനെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അസ്നമോളും കുട്ടനും ആദ്യം ഞങ്ങളെ കൂടെ പള്ളിയിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു. പിന്നെ നല്ല മഴയായത് കാരണം മഴയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇവർ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾക്കൊരു മരണം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഉമ്മയും ഉപ്പയും സുബഹി നിസ്കാരത്തിന് ശേഷം അങ്ങോട്ട് പോയി ഈങ്ങാപ്പുഴയ്ക്ക്. അവിടെ നിന്നാണ് പെരുന്നാൾ നിസ്കാരം മയ്യത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വരും. അപ്പോൾ വരുന്ന സമയത്തേക്ക് ഞങ്ങൾ വേഗം എല്ലാ പ്രിപ്പറേഷനും ചെയ്ത് വെക്കുകയാണ്. കസ്റ്റാർഡും അതേപോലെ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉമ്മ വന്നു, നമ്മൾ പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കുകയാണ് കേട്ടോ. 3 മണി ആയതിനു ശേഷം നമുക്ക് ബിരിയാണി ആയിരുന്നു. ഈ സമയത്ത് പള്ളിയിൽ നിന്ന് ഞങ്ങൾക്കുള്ള ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേഗം പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. പിന്നെ അടുത്തുള്ളവർക്കൊക്കെ ഞങ്ങൾ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ വീട്ടിൽ ഓരോരുത്തരേ ഉള്ളൂ, അപ്പോൾ അങ്ങനെയാണ് കൊണ്ടു കൊടുക്കുന്നത്. നമ്മൾ ഇന്നത്തെ ലഞ്ച്, ഈദ് സ്പെഷ്യൽ ലഞ്ച് ഇതൊക്കെയാണ് ബിരിയാണി. അസ്ർ നിസ്കാരത്തിന് ശേഷം ഞങ്ങളെല്ലാവരും ഒന്ന് കറങ്ങാൻ പോയി. എവിടെ ചെന്നാലും പെരുന്നാളിൻ്റെ അന്ന് നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും മാളിലേക്കൊന്നും പോകാൻ തീരെ താല്പര്യമില്ല. അങ്ങനെ നമ്മൾ ബീച്ച് തന്നെയാണ് വീണ്ടും സെലക്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ പോയത് കാപ്പാട് ബീച്ചിലേക്കാണ്. അവിടെ നല്ല ശക്തമായിട്ടുള്ള തിരമാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മോളെ മേത്തായതിന് കരയാണ് അവിടെ നിന്നിട്ട്. ഞാൻ അടുത്തൊരു ക്ലിപ്പ് അത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എത്ര നോക്കിയിട്ട് ഒരെണ്ണം അതുപോലെ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം ആ ഭംഗി കണ്ട് സൺസെറ്റൊക്കെ കണ്ട്
ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. അൽഹംദുലില്ലാ നല്ല ഒരു പെരുന്നാളായിരുന്നു, നല്ലൊരു ഈദായിരുന്നു.